NCPയിലെ മന്ത്രിമാറ്റ സാധ്യത മങ്ങുന്നു. ശരത് പവാറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയെന്ന് തോമസ് MLA. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു തിരിച്ചു പോകുന്നു. ഞാൻ കാണുന്നുണ്ട്. അത് എൻ്റെ വർക്ക് സംബന്ധിച്ചുള്ള കാര്യമായിട്ട് സംബന്ധിച്ചാണ് കാണുന്നത്. ഉടനെ തന്നെ കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയാണല്ലോ ഇക്കാര്യത്തിൽ അവസാന വാക്കെന്ന് പറയുന്നത്. തീരുമാനമാണല്ലോ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ടാണ് അതവർ തീരുമാനിക്കട്ടെ. അത് ഞങ്ങളുടെ കേന്ദ്ര നേതൃത്വം തന്നിരിക്കുന്ന നിർദ്ദേശം അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിക്ക് പോകണ്ട. അപ്പോൾ അവർ തീരുമാനിക്കുമല്ലോ. താങ്കളുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പാർട്ടി ദുർബലപ്പെടുകയും അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിനാണല്ലോ പവർജി പോയി കണ്ടത്. ആ വിഷയം പരിഹരിക്കപ്പെടും. വേറെ കാര്യങ്ങളൊന്നുമില്ല. അതേസമയം തോമസ് മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിന് രാജിവെക്കണം എന്നാണ് AK ശശീന്ദ്രന്റെ ചോദ്യം. രാജിവെച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതിന് തുല്യമാകുമെന്നും ശശീന്ദ്രൻ പറയുന്നു. ഞാനൊന്നും ധരിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് ആ നിലപാട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കേരളീയ സമൂഹത്തെയും പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെയും നിങ്ങളിലൂടെ അറിയിക്കുന്നു. ഇത് ഞാൻ ഇതിനാണെന്ന് പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളെങ്കിലും ശശീന്ദ്രൻ്റെ ഒരു പിടിവാശി എന്ന നിലക്ക് വരുന്നത്. ശശീന്ദ്രന് ഒരു പിടിവാശിയില്ല. ഞാനിത് ആദ്യം ദേശീയ നേതൃത്വം ബോംബെയിൽ വെച്ച് ചർച്ച ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. ഒന്ന്, ഞാൻ മാറാൻ തയ്യാറാണ്, പ്രൊവൈഡ് തോമസ് മന്ത്രിയാകണം. അതിന് സാധ്യതയില്ലെങ്കിൽ ഞാൻ രാജിവെച്ചത് കൊണ്ട് എന്താണ്, ആർക്കാണ് പ്രയോജനം? അതിനർത്ഥം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നാണ്. ഞാൻ രാജിവെക്കാൻ വരുന്ന കാരണം മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അഭിലാഷ്, ഒരു മന്ത്രിസഭയിൽ ആരെ ഉൾപ്പെടുത്തണം, ആരെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ വിവേചനാധികാരം മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ മറ്റ് പാർട്ടികൾ പറയുന്ന അവരൊരു തീരുമാനമെടുത്ത് ഈ ആളിനെ മാറ്റണം അല്ലെങ്കിൽ ഒരാളിനെ ഉൾപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ പാർട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്ന് പറയുന്ന പതിവുമുണ്ട്. പക്ഷെ ഇവിടെ NCP പലതവണയായിട്ട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തെ മാറ്റുന്നില്ല, ആ പുതിയ മന്ത്രിയെ കൊണ്ടുവരുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു താല്പര്യം എന്ന ആനുകൂല്യം AK ശശീന്ദ്രന് കിട്ടുന്നുണ്ട് എന്നാണ്. തീർച്ചയായും അത് മാത്രമാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ NCPയിൽ ഇക്കാര്യത്തിൽ മന്ത്രിമാറ്റത്തിൽ തീരുമാനമായതാണ്. പക്ഷേ PC ചാക്കോയും ശരത് പവാർ തന്നെയും വിചാരിച്ചാലും കേരളത്തിൽ AK ശശീന്ദ്രന് പകരം തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതിൻ്റെ കാരണം പിണറായി വിജയന്റെ ഖണ്ഡിതമായ നിലപാടാണ്. തോമസിനെ മന്ത്രിസഭയിൽ എടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. വേണമെങ്കിൽ AK ശശീന്ദ്രനെ ഒഴിവാക്കുന്നതിന് അദ്ദേഹത്തിന് വിരോധമുണ്ടാവില്ല. പക്ഷേ പിണറായി വിജയന്റെ ചോയ്സ് AK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രനെ മാറ്റി തോമസിനെ മന്ത്രിയാക്കാൻ പിണറായി വിജയൻ ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. അതാണ് AK ശശീന്ദ്രന്റെ ബലം. അതാണ് AK ശശീന്ദ്രന്റെ ബലം. അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായി അത് പറഞ്ഞല്ലോ. പ്രൊവൈഡഡ് ഞാൻ മാറിയാൽ അദ്ദേഹം മന്ത്രിയാവുമെങ്കിൽ തോമസ് മന്ത്രിയാവുകയാണെങ്കിൽ ഞാൻ മാറിക്കോളാം. മുഖ്യമന്ത്രി സമ്മതിക്കണ്ടേ? അതാണ് അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് വളരെ നിർണായകമാണ്. അതിന് പല കാരണങ്ങൾ നിശ്ചയമായും ഉണ്ട്. തോമസിനെ മന്ത്രിസഭയിൽ എടുത്താൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഒരിക്കൽ തോമസ് ചാണ്ടി മന്ത്രിയായതിനെ ചൊല്ലിയാണ് കഴിഞ്ഞ പിണറായി സർക്കാർ ഒരു വിവാദത്തിലായത്. എന്തായാലും അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഉണ്ടാകാം. അരുൺ ശങ്കർ വിവരങ്ങളുമായി ഉണ്ട്. അരുൺ ശങ്കർ, ഇന്നലെ പ്രതീക്ഷിച്ചത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് പ്രകാശ് കാരാട്ടുമായി ഒരു ചർച്ചയൊക്കെ നടത്തി അവിടെ ശരത് പവാറും CPM കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഒരു യോജിപ്പിലെത്തും, മന്ത്രിമാറ്റം ഉണ്ടാവും എന്നൊക്കെയാണെങ്കിൽ മന്ത്രിമാറ്റമില്ല എന്ന് ഇന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തടസ്സം പറഞ്ഞതോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വത്തെ ഈ വിഷയത്തിൽ തോമസും അതോടൊപ്പം തന്നെ NCP സംസ്ഥാന നേതൃത്വം ഇടപെടിച്ചത്. പക്ഷേ അതിനുശേഷവും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നലെ ഡൽഹിയിൽ ശരത് പവാറും അതോടൊപ്പം തന്നെ CPMന്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷം വളരെ നിരാശനായിട്ടാണ് തോമസ് കേരളത്തിൽ തിരിച്ചെത്തിയത് എന്ന് പറയേണ്ടി വരും. രാവിലെ കൊച്ചിയിൽ മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം ആദ്യം പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ മാധ്യമപ്രവർത്തകർ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യത്തിൽ ഞാൻ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറയാം, ഒരു ചോദ്യം ചോദിക്കണം, അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നത്. പക്ഷേ ഒരു ചോദ്യമല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് പാർട്ടി ഒരു തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി മുന്നണിയിൽ ദുർബലപ്പെടുകയല്ലേ എന്നൊരു ചോദ്യം ഉണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെ ദുർബലപ്പെടുക
ബന്ധപ്പെടുന്നില്ല, പാർട്ടി തീരുമാനം നടപ്പിലാകാതെ വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അപ്പോൾ പോലും എന്ന് നടപ്പിലാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും അദ്ദേഹം പറയുന്നില്ല. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് പോലും തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഒരു ധാരണയിലെത്താൻ കഴിയാത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രി തന്നെയാണ് ഈ അവസാനത്തെ ശരണം. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ചോദിക്കുമ്പോൾ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് വളരെ നിരാശനായിട്ടാണ് അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നത്. ഒരു കാര്യം ദേശീയ നേതൃത്വം തന്നോട് പറഞ്ഞിട്ടുണ്ട്, വിവാദങ്ങളൊന്നും ഉണ്ടാക്കരുത്, വിവാദങ്ങൾ ചെന്ന് പെടരുത്, അതുകൊണ്ട് താൻ കൂടുതൽ പറയുന്നില്ല എന്നും തോമസ് കെ തോമസ് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രൻ മുഖ്യമന്ത്രിയാണ് പ്രതീക്ഷ, പക്ഷേ തോമസ് കെ തോമസിന് മുഖ്യമന്ത്രിയാണ് തടസ്സം. അതെങ്ങനെ മറികടക്കും എന്നുള്ളത് NCP സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് തോന്നുന്നില്ല. ഇതുമായി